Principle of mathematical induction. Mathematical induction. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാകും, മാത്തമാറ്റിക്കലായ ഒരു ഇക്വേഷൻ ആയിരിക്കും, അതിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. ഈ മെത്തേഡിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് 1. In step 1 we have to prove that p of 1 is true. p of 1 true എന്ന് നമ്മൾ തെളിയിക്കണം. അതായത് n ഉള്ള സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് p of 1. p of 1 true എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് LHS കണ്ടുപിടിക്കണം, RHS കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ തെളിയിക്കണം. ഓക്കെ, അത് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. LHS സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, RHS കണ്ടുപിടിക്കണം. ഗിവൻ സ്റ്റേറ്റ്മെന്റിന്റെ LHSഉം RHSഉം കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സ്റ്റെപ്പ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് we have to assume p of k is true. Assume p of k is true. By using this we have to prove that p of k plus 1 is true. p of k എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അത് ഉപയോഗിച്ചുകൊണ്ട് p of k plus 1 ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് സ്റ്റെപ്പ് 2 ചെയ്യുന്നത്. p of k എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് n-ന് പകരം k കൊടുക്കണം. നമ്മൾ p of n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതിൽ ഈ n-ന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റീപ്ലേസ് n by k, then we get p of k. p of k കിട്ടിയ ശേഷം നമ്മൾ p of k plus 1-ന്റെ LHS മാത്രം എഴുതണം, RHS എഴുതാൻ പാടില്ല. p of k plus 1-ന്റെ LHS മാത്രം എഴുതണം. എന്നിട്ട് p of k നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. LHSൽ നിന്നും RHSലേക്ക് നമ്മൾ എത്തണം. p of kയുടെ RHS എന്ന് പറയുമ്പോൾ p of n-ന്റെ RHSൽ n-ന് പകരം k plus 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കണം നമുക്കിവിടെ കിട്ടേണ്ടത്. ഓക്കെ, p of n-ന്റെ RHSൽ n ഉള്ള സ്ഥലത്ത് k plus 1 കൊടുത്താൽ നമുക്ക് എന്താണോ അവിടെ കിട്ടേണ്ടത് അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ആ RHSലേക്ക് എത്തും. സോ p of k plus 1 is true. സ്റ്റെപ്പ് 3 വളരെ സിമ്പിൾ ആണ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കാം. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of n is true for all n. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of n is true for all natural numbers n. Okay, n belongs to n or for all natural numbers n. ഇതാണ് 3 സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ p of n ആയിട്ട് എടുക്കണം. പിന്നെ 3 സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1-ൽ p of 1 ട്രൂ നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് p of 1-ന്റെ LHSഉം RHSഉം കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 2 assume p of k is true, then prove that p of k plus 1 is true. Okay, step 3 hence by principle of mathematical induction p of n is true for all n. ഈ സ്റ്റെപ്പ് 2 ആണ് നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടത്. p of k plus 1 is true എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പ് ആയിരിക്കും നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 3 നിങ്ങൾ പല പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷെ സ്റ്റെപ്പ് 2-ൽ ഇത് മാത്രം ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് മാത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാം. ഇന്നലെ നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 3ാമത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. 1/1 into 2. ഓക്കെ, ഇത് 1 into 2 ആണ്. 1 into 2 ഇങ്ങനെ എഴുതുന്നതിന് പകരം 1 into 2 ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെ 1.2 നിന്ന് വായിച്ചേക്കരുത്, അത് 1.2 അല്ല, 1 into 2. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഇതുപോലെയും എഴുതാറുണ്ട്, 1 into 2. സോ 1/1 into 2 പ്ലസ് 1/2 into 3 പ്ലസ് 1/3 into 4. നമ്പേഴ്സ് പോകുന്നത് നോക്കിയേ. ഫസ്റ്റ് ടേം ഡിനോമിനേറ്ററിൽ 1 into 2 ആണ്, സെക്കൻഡ് ടേമിൽ 2 into 3 ആണ്, തേർഡ് ടേമിൽ 3 into 4 ആണ്. അപ്പോൾ nth ടേമിൽ ഡിനോമിനേറ്റർ വരുന്നത് n into n plus 1. ഓക്കെ, 1 divided by n into n plus 1. ഓക്കെ, which is equal to n divided by n plus 1. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് പി ഓഫ് എൻ സച്ച് ദാറ്റ് 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc. plus 1 divided by n into n plus 1 equal to n divided by n plus 1. Now step 1, we have to consider P of 1. Okay, P of 1 ന്റെ LHS ഉം RHS കണ്ടുപിടിക്കണം. P of 1 ന്റെ LHS കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടേം മാത്രം എഴുതിയാൽ മതി. P of n ന്റെ LHSൽ n ടേംസ് ഉണ്ടാകും. P of 1 ന്റെ LHSൽ ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാകൂ. So this is equal to 1 divided by 1 into 2 which is equal to 2. So LHS is 1/2. ഇനി നമ്മൾ RHS കണ്ടുപിടിക്കണം. RHS കണ്ടുപിടിക്കാൻ put n equal to 1. Substitute n equal to 1 in RHS of P of n. Now RHS of P of n is n divided by n plus 1. Okay, now put n equal to 1. So we get 1 divided by 1 plus 1 which is equal to 1/2. So we have LHS equal to RHS. So P of 1 is true. P of 1 is true. ഇതാണ് step 1. Now step 2. Step 2. Assume P of k is true. Assume P of k is true. That is, P of k such that 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc. n ഇല്ല സ്ഥലത്ത് k എഴുതണം. ഓക്കെ, P of n, n-ന് പകരം k, റീപ്ലേസ് n by k. 1 divided by k into k plus 1 equal to k divided by k plus 1. Now this is equation 1. P of n-ൽ n ഇല്ല സ്ഥലത്ത് നമ്മൾ k എഴുതി കഴിഞ്ഞാൽ നമുക്ക് P of k കിട്ടും. Now we have to write P of k plus 1. P of k plus 1-ന്റെ LHS മാത്രമേ എഴുതാൻ പാടുള്ളൂ. LHS എഴുതിയിട്ട് നമ്മൾ RHSലേക്ക് എത്തും. 2 into 3, 1/3 into 4, 3 into 4 plus etc. plus 1 divided by ഇത് kth ടേം ആണ്. അതിനുശേഷം k plus 1th ടേം ഉണ്ടാകും. k plus 1th ടേം കണ്ടുപിടിക്കാൻ ഈ nth ടേമിൽ n-ന് പകരം k plus 1 കൊടുക്കണം. n ഇല്ല സ്ഥലത്ത് k plus 1 കൊടുക്കണം. സോ k plus 1 into n plus 1 ഉണ്ട്. അപ്പോൾ k plus 1 plus 1 വരും. k plus 1 plus 1 is k plus 2. ഒന്നും കൂടി ശ്രദ്ധിക്കണേ. P of k plus 1 എന്ന് പറയുമ്പോൾ അതിൽ k plus 1 ടേംസ് ഉണ്ടാകും. ലാസ്റ്റ് ടേം, ഈ ലാസ്റ്റ് ടേം k plus 1th ടേം ആണ്. അത് കിട്ടുന്നത് P of n-ന്റെ nth ടേമിൽ, ഈ ടേമിൽ n-ന് പകരം k plus 1 കൊടുക്കണം. ഈ k plus 1th ടേമിന് തൊട്ട് ബാക്കിൽ kth ടേം ഉണ്ടാകും. അതും കൂടി നമ്മൾ എഴുതി വെക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ k ടേംസിനെ ഇതുപോലെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടണം. ഓക്കെ, ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് P of k-യുടെ LHS ആണ്. ഓക്കെ, അത് P of k-യുടെ LHS ആണ്. ആ LHS-ന് പകരം അതിൻ്റെ RHS അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P of k-യുടെ RHS k divided by k plus 1. ഓക്കെ, ഈ ബ്രാക്കറ്റിന് പകരം നമ്മൾ എഴുതേണ്ടത് k divided by k plus 1 ആണ്. അതെന്തുകൊണ്ടാണ്? ഇക്വേഷൻ 1 വെച്ചിട്ടാണ്. ഇക്വേഷൻ 1-ന്റെ LHS ആണ് ഈ ബ്രാക്കറ്റ്. ഓക്കെ, LHS ഈക്വൽ ടു RHS നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ LHS-ന് പകരം എന്ത് എഴുതാം? k divided by k plus 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P of k plus 1 ഈക്വൽ ടു k divided by k plus 1 plus 1 divided by k plus 1 into k plus 2 എന്ന് കിട്ടും. So P of k plus 1 equal to k divided by k plus 1 plus 1 divided by k plus 1 into k plus 2. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഡിനോമിനേറ്ററിൽ ഒരു ടേം കോമൺ ആണ്. k plus 1 ഉണ്ട്. രണ്ട് ടേമിലും k plus 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ k plus 1 കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. 1 divided by k plus 1 ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്. So in first term remaining term is k, in second term remaining term is k plus 2. ഇതുപോലെ വരും.
1/k+1 കോമൺ ടേമിനെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് വെച്ചു. സോ റിമൈനിങ് ടേംസ് ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു k ഉണ്ട്, സെക്കൻഡ് ടേമിൽ 1/k+2. ഇനി ഈ kയുടെ ഡിനോമിനേറ്റർ 1 ആണ്, സെക്കൻഡ് ടേമിന്റെ ഡിനോമിനേറ്റർ k+2 ആണ്. നമ്മൾ kനെ k/1 എന്ന് എഴുതാം. k/1 is k. ഇപ്പൊ ഡിനോമിനേറ്റർ 1 എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്, എഴുതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. So this is equal to 1 divided by k+1. Now take k+2 as denominator, then cross multiplying we get k into k+2 plus 1 into 1, that is 1. ഇതാണ് സെക്കൻഡ് ബ്രാക്കറ്റ്. സെക്കൻഡ് ബ്രാക്കറ്റിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് ഒന്നും കൂടി പറയാം. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ k+2 ആണ്. നമ്മൾ 1 into k+2 ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കണം, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. k into k+2 plus 1 into 1. Okay, 1 into 1 is 1. So this is equal to 1 divided by k+1. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. k into k is k square, k into 2 is 2k. ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന k കൊണ്ട് അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. k into k is k square, k into 2 is 2k. പിന്നെ ഒരു +1 ഉണ്ട് ഡിവൈഡഡ് ബൈ k+2. ഇനി k square plus 2k plus 1-നെ k square plus 2k plus 1 is k plus 1 whole square ആണ്. നമ്മൾ a plus b whole square പഠിച്ചിട്ടുണ്ട്. a plus b whole square is a square plus 2ab plus b square. k plus 1 whole square is k square plus 2 into k into 1, that is 2k plus 1 square, that is 1. ഈ k square plus 2k plus 1-നെ നമ്മൾ എഴുതേണ്ടത് k plus 1 whole square ആയിട്ടാണ്. ഇപ്പം ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന k+1, അവിടെ 2k+1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു k+1 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് k+1 ഡിവൈഡഡ് ബൈ k+2 എന്ന് കിട്ടും. k+1 ഡിവൈഡഡ് ബൈ k+2 വിച്ച് ഇസ് ഈക്വൽ ടു k+1 ഡിവൈഡഡ് ബൈ k+1 plus 1. ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പി ഓഫ് എന്നിൻ്റെ RHS ഒന്ന് നോക്കാം. പി ഓഫ് എന്നിൻ്റെ RHSൽ n ഡിവൈഡഡ് ബൈ n+1 ആണുള്ളത്. ഈ എന്നിന് പകരം k+1 കൊടുത്താൽ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാ? n+1 ഡിവൈഡഡ് ബൈ എന്നിന് പകരം നമ്മൾ k+1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് k+1 ഡിവൈഡഡ് ബൈ k+1 plus 1. അതുപോലെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്നിന് പകരം k+1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് k+1 ഡിവൈഡഡ് ബൈ k+1 plus 1, n by n+1, k+1 by k+1 plus 1 ആ ഫോമിലേക്ക് എത്തി. സോ p of k+1 is true. p of k+1 is true. നമ്മൾ ചെയ്യുന്നത് p of k true എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളത് അങ്ങനെ എടുക്കും. p of k true എന്ന് എടുത്തിട്ട് p of k+1 true ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 2. Now step 3 ഒന്നുമില്ല, നിങ്ങൾ സ്വന്തം എഴുതാൻ നിങ്ങൾക്കത്. Hence by principle of mathematical induction, p of n is true for all n belongs to n. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ പ്രൂഫായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1-ലെ പ്രോബ്ലംസ് ആണ്. പ്രൂവ് ദ ഫോളോവിങ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. Prove that 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 divided by 2. Take given statement as p of n. p of n such that 1 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 divided by 2. Now step 1, consider p of 1. Now LHS. For LHS, we have to write first term. So LHS equal to 1. P of n-ന്റെ LHSൽ n ടേംസ് ഉണ്ടാകും. P of 1-ന്റെ LHSൽ ഒറ്റൊരു ടേം മാത്രമേ ഉണ്ടാകൂ. ഓക്കെ, P of 1-ന്റെ LHSൽ ഒരു ടേം മാത്രമേ ഉള്ളൂ, അത് 1 ആണ്. Now RHS. To find RHS, put n equal to 1 in RHS of P of n. So 3 raised to 1 minus 1 divided by 2. That is 3 minus 1 by 2, 2 by 2, which is equal to 1. So LHS equal to RHS. So P of 1 is true. P of 1 is true. Now step 2. Assume P of k is true. Assume P of k is true. Now P of k is 1 plus 3 plus
3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1. പി ഓഫ് എന്നിൽ എൻ ഉണ്ടാകും. പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്നിന് പകരം കെ എഴുതണം. റീപ്ലേസ് എൻ ബൈ കെ ഈക്വൽ ടു 3 റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. നൗ പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര. Now kth term is 3 raised to k minus 1. K plus 1 is, k plus 1th term is 3 raised to k plus 1 minus 1. Kth term ഇവിടെ k ഉണ്ടാകും. kക്ക് പകരം k plus 1 എഴുതി കഴിഞ്ഞാൽ നമുക്ക് k plus 1th term കിട്ടും. kth term is 3 raised to k minus 1. k plus 1th term is 3 raised to k plus 1 minus 1. Now consider first k terms. Now this is LHS of p of k. Replace this LHS by RHS. 3 raised to k minus 1 divided by 2. Now plus, here we have 3 raised to k plus 1 minus 1. 1 minus 1 is 0. So 3 raised to k. Now here denominator is 1. For the first term denominator is 2. So take denominator 2 into 1, that is 2. So 3 raised to k minus 1 plus second term into 2. 2 into 3 raised to k. That is equal to, now here 1 3 raised to k plus 2 3 raised to k, which is 3 into 3 raised to k, then minus 1 divided by 2. That is 3 raised to 1 into 3 raised to k. We have x raised to m into x raised to n is x raised to m plus n. So 3 raised to 1 into 3 raised to k is 3 raised to 1 plus k, 3 raised to 1 plus k, or 3 raised to k plus 1 minus 1 divided by 2. ഇനി നമ്മൾ പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസ് എന്ന് നോക്കി. പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിൽ 3 റൈസ് ടു എൻ മൈനസ് 1 ബൈ 2 ആണ്. ഇപ്പോൾ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ആർ എച്ച് എസ് വരേണ്ടത് 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ 2. ആ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. Therefore പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. Now write step 3. Hence, by principle of mathematical induction, P of n is true for all n belongs to n. Now second one, 1 cube plus 2 cube plus 3 cube plus etc plus n cube equal to n into n plus 1 by 2 whole square. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണിത്. 1 plus 2 plus 3 plus etc plus n equal to n into n plus 1 divided by 2. അതുപോലെ രണ്ടാമതൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഈ 3 ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നിങ്ങൾ നോട്ട് ബുക്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. സ്വന്തമായിട്ട് ചെയ്യണം. ഈസിയാണ്, പ്രോബ്ലം ഈസിയാണ്. പി ഓഫ് കെ പ്ലസ് 1 ചെയ്യുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. പി ഓഫ് എൻ, ടേക്ക് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പി ഓഫ് എൻ. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ്. Now step 1. Step 1, consider P of 1. LHS of P of 1 is 1 cube. 1 cube is 1. 1 into 1 into 1 is 1. Now RHS. To find RHS, put n equal to 1 in RHS of P of n. P of n in the RHS n equal to 1 എന്ന് കൊടുക്കണം. 1 into 1 plus 1 divided by 2 whole square. That is equal to 1 into 2 divided by 2 whole square. 2 by 2 വരും. 2 by 2 whole square. That is 1 square which is equal to 1. When n is equal to 1, we get 1 into 1 plus 1 by 2. 1 plus 2 is 1 plus 1 is 2. 2 by 2 is 1. So we get 1 square which is equal to 1. So we have LHS equal to RHS. LHS equal to RHS. So P of 1 is true. ഇതാണ് സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1ൽ എപ്പോഴും പി ഓഫ് 1 ട്രൂ തന്നെ കിട്ടും. കാരണം നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും 99% അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ചില കേസിൽ വളരെ റെയറായിട്ട് ട്രൂ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഫൈൻഡ് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3 എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയും.
ചില പ്രോബ്ലം അങ്ങനെയുണ്ട്. ഫൈൻഡ് പി ഓഫ് 1, ഫൈൻഡ് പി ഓഫ് 2, ഫൈൻഡ് പി ഓഫ് 3. അപ്പോൾ നമ്മൾ n സ്ഥലത്ത് 1 കൊടുത്താൽ പി ഓഫ് 1 കിട്ടും. n പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 2 കിട്ടും. n പകരം 3 കൊടുക്കുമ്പോൾ പി ഓഫ് 3 കിട്ടും. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് റോങ് ആയിട്ട് കിട്ടും. ഓക്കെ, അതെപ്പോഴാണ് കിട്ടുന്നത്? തന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അങ്ങനെ ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റിൽ പി ഓഫ് 1 എപ്പോഴും ട്രൂ ആയിരിക്കും. ഓക്കെ, മിക്കവാറും 99% നിങ്ങൾക്ക് തരുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൂവ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ തന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. പ്രൂവ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് തരുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അന്നേരം പി ഓഫ് 1 എന്തായാലും ട്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ധൈര്യത്തിൽ നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ ഈ LHSഉം RHSഉം ഈക്വൽ അല്ലാതെന്ന് കിട്ടിയെങ്കിൽ, LHS നോട്ട് ഈക്വൽ ടു RHS എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. നമ്മൾ ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം. ആ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് അത് രണ്ടും ഒരുപോലെ ആണോ കിട്ടുന്നതെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, മിക്കവാറും പി ഓഫ് 1 ട്രൂ എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2, assume P of k is true. Assume P of k is true. അതിനുശേഷം P of kയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. P of k is 1q plus 2q plus etc plus kth ടേം എഴുതണം. k cube equal to k into k plus 1 divided by 2 whole square. k into k plus 1 by 2 whole square. ഇതാണ് P of k. ഇനി നമ്മൾ ചെയ്യേണ്ടത് P of k plus 1ൻ്റെ LHS മാത്രം എഴുതണം. 1q plus 2q plus etc പ്ലസ് k ക്യൂബ് ഉണ്ടാകും, kth ടേം ഉണ്ടാകും, പിന്നെ k plus 1th ടേം, ദാറ്റ് ഇസ് k plus 1 ഹോൾ ക്യൂബ്. ഇത്രയും ടേംസ് എഴുതണം. k ക്യൂബും എഴുതണം, k plus 1 ഹോൾ ക്യൂബും എഴുതണം. P of k എന്ന് പറയുമ്പോൾ k ക്യൂബ് വരെ മാത്രമേ ഉണ്ടാകും. P of k plus 1 എന്ന് പറയുമ്പോൾ k plus 1 ഹോൾ ക്യൂബ് വരെ എഴുതണം. അതിൻ്റെ തൊട്ട് ബാക്കിൽ k ക്യൂബ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ k ക്യൂബും കൂടി എഴുതും. എന്നിട്ട് ഈ ഫസ്റ്റ് k ടേംസിനെ ഒന്നിച്ച് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടും. ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്, ഈ ബ്രാക്കറ്റ് എന്താണ്? P of kയുടെ LHS ആണ്. ആ LHSന് പകരം നമ്മൾ എന്ത് കൊടുക്കും? RHS അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. പിന്നെ അതിനുശേഷം ഒരു ടേം ഉണ്ട്, k പ്ലസ് 1 ഹോൾ ക്യൂബ് ഉണ്ട്. k പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇനി ഫസ്റ്റ് ടേം എല്ലാത്തിൻ്റെയും സ്ക്വയർ ആണ്. അതായത് k സ്ക്വയർ k plus 1 whole square divided by 2 square which is 4 into plus k plus 1 whole cube. Okay, first term whole square ആണിരിക്കുന്നത്. ഓരോ ടേമിൻ്റെ സ്ക്വയർ എടുക്കണം. k square k plus 1 whole square divided by 2 square. 2 square is 4. അതിനുശേഷം പ്ലസ് k plus 1 whole cube. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കേ, ഫസ്റ്റ് ടേമിൽ k plus 1 whole square ഉണ്ട്, സെക്കൻഡ് ടേമിൽ k plus 1 whole cube ആണ്. അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? k plus 1 whole square into k plus 1 ആണത്. So we can take k plus 1 whole square outside. K plus 1 whole square is common term. Now in first term, remaining terms are k square by 4. കാരണം ഈ k plus 1 whole square ഈ ടേം മൊത്തം ബ്രാക്കറ്റിന് പുറത്തു പോയിട്ടുണ്ട്. ബ്രാക്കറ്റിന് പുറത്തു പോയി. അപ്പോൾ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? k square by 4. k plus 1 whole squareനെ നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട്. സോ റിമൈനിങ് ടേംസ് ആർ k square by 4. ഇനി രണ്ടാമത്തെ ടേമിൽ k plus 1 ഹോൾ സ്ക്വയർ പുറത്തു പോയപ്പോൾ അവിടെ പിന്നെ ബാക്കി ഉണ്ടാവുക ഒരു k plus 1 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ ആണ്. ഇവിടെ 4, ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിനോമിനേറ്റർ k plus 1 ഹോൾ സ്ക്വയർ അവിടെ ഉണ്ടാകും. ഡിനോമിനേറ്റർ 4 എടുക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ 4 എടുക്കണം. ഫസ്റ്റ് ടേമിൽ ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് k സ്ക്വയർ ഇൻറ്റു 1 ഈ ടേം കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. k സ്ക്വയർ ഇൻറ്റു 1 k സ്ക്വയർ എന്ന് വരും. രണ്ടാമത്തെ ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു k പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 4നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു k പ്ലസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് നോക്കി, k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി എന്താ പറഞ്ഞാൽ നോക്കട്ടെ, k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 എന്താ? എന്തിൻ്റെ സ്ക്വയർ ആണ്? 4 ആണേ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 ഇൻറ്റു k is 4k
4 into 1 is 4. K plus 2. K plus 2 whole square. K square plus 4k plus 4 is k plus 2 whole square. So here we get k plus 2 whole square. K plus 2 whole square divided by 4. So this is equal to k plus 1 k plus 2 divided by 2 whole square. എല്ലാം 3 ടേംസും സ്ക്വയർ ആണ്. അതിന് നമുക്ക് ഹോൾ സ്ക്വയർ ആയിട്ട് ഇടാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ നോക്കേണ്ടത് പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസ് എന്താ നോക്കണം. പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അവിടെ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. കെ പ്ലസ് 1 കെ പ്ലസ് 2വിനെ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. 4നെ ബൈ 2 എന്ന് എഴുതിയിട്ട് പിന്നെ ഹോൾ സ്ക്വയർ ഇടാം. സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത് ഇവിടത്തേക്ക് എത്തുന്നുണ്ടോ നോക്കണം. പി ഓഫ് എന്നിൻ്റെ ആർ എച്ച് എസിൽ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ ആൻസർ തന്നെയാണോ ഇവിടെ നമുക്ക് കിട്ടിയത് എന്ന് നോക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1ൻ്റെ എൽ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്തു, ആർ എച്ച് എസിലേക്ക് നമ്മൾ എത്തി. സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. നൗ റൈറ്റ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കോളൂ. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഓക്കെ, ഇതാണ് പ്രൂഫ്. നൗ തേർഡ് പ്രോബ്ലം. Prove that 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus etc. plus n equal to 2n divided by n plus 1. ഇവിടെ ടേംസ് ചെറിയ വ്യത്യാസം, ചെറിയൊരു പ്രത്യേകതയുണ്ട് ഈ ടേംസിന്. സെക്കൻഡ് ടേം ഒന്ന് നോക്കിയേ, 1 by 1 plus 2 ആണ്. തേർഡ് ടേം 1 ഡിവൈഡ് ബൈ 1 plus 2 plus 3 ആണ്. nth ടേം 1 ഡിവൈഡ് ബൈ 1 plus 2 plus 3 plus etc. plus n ആണ്. ഇതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1 plus 2 plus etc. plus n is equal to n into n plus 1 divided by 2. ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. നേരത്തെ തൊട്ട് മുന്നേ ഒരിക്കൽ പറഞ്ഞു അല്ലേ, 1 plus 2 plus 3 plus etc. plus n equal to n into n plus 1 divided by 2. ഓക്കെ, ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ബൈ ഹാർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ആ 3 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് അടിക്കണം. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾ 2 or 3 പ്രാവശ്യം അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലത് ഉണ്ടാകും. പിന്നെ പ്രത്യേകം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ബൈ ഹാർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 1 plus 2 plus 3 plus etc. plus n is equal to n into n plus 1 by 2. ആ ഫോർമുല ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. Take given statement as P of n. So P of n such that 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 etc. plus 1 divided by 1 plus 2 plus 3 plus etc. plus n equal to 2n divided by n plus 1. Okay, this is our given statement. Now step 1. Consider P of 1. LHS. For LHS, write first term. First term is 1. So LHS is equal to 1. Now find RHS. To find RHS, put n equal to 1 in RHS of P of n. P of n inde RHS le n illa salathu 1 kodukkanam. Replace n by 1. 2 into 1 divided by 1 plus 1. 2 into 1 is 2 divided by 1 plus 1 is 2. 2 by 2 is 1. Numerator 2 into 1 ആണ്. 2 into 1 is 2. Denominator 1 plus 1 which is 2. 2 by 2 is 1. So LHS equal to RHS which is equal to 1. So we have LHS equal to RHS. So P of 1 is true. P of 1 is true. Now step 2. Step 2, assume P of k is true. Assume P of k is true. എന്നിട്ട് പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതണം. പി ഓഫ് കെ സച്ച് ദാറ്റ് 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. kth ടേമാണ് എഴുതേണ്ടത്. പി ഓഫ് എന്നിൽ nth ടേം ഉണ്ടാകും, പി ഓഫ് കെയിൽ ഉണ്ടാവുക kth ടേമാണ്.
1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് കെ എന്ന് എഴുതണം. എൻ ആകുമ്പോൾ എൻ വരും അവിടെ, കേത്ത് ടേം ആകുമ്പോൾ ഇവിടെ കെ വരും. ഇപ്പുറത്ത് ആർ എച്ച് എസിൽ വരുന്നത് 2k ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. എൻ ഉള്ള സ്ഥലത്ത് കെ കൊടുത്താൽ പി ഓഫ് കെ കിട്ടും. ഓക്കെ, 2k ഡിവൈഡ് ബൈ കെ പ്ലസ് 1. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യും. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ഓഫ് കെ പ്ലസ് 1ന്റെ എൽ എച്ച് എസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, എൽ എച്ച് എസ് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം, നമുക്ക് ആർ എച്ച് എസ് കിട്ടണം. അപ്പോൾ നമ്മുടെ എൽ എച്ച് എസ് വരുന്നത് പി ഓഫ് കെ പ്ലസ് 1ന്റെ എൽ എച്ച് എസ് വരുന്നത് 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 1 ബൈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര. ഞാനിപ്പോൾ കേത്ത് ടേം എഴുതാൻ പോവാണ്. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് കെ, ഇത് കേത്ത് ടേം ആണ്. അതിനുശേഷം കെ പ്ലസ് 1th ടേം ഉണ്ടാകും. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1, ഇത് കെ പ്ലസ് 1th ടേം ആണ്. പി ഓഫ് കെ പ്ലസ് 1ൽ കെ പ്ലസ് 1 ടേംസ് ഉണ്ടാകും. ഇപ്പോൾ ഇവിടം വരെ കേത്ത് ടേമായി. ആ കെ ടേംസിനെ നമ്മൾ ഒന്നിച്ചെടുക്കണം. അത് പി ഓഫ് കെയുടെ ആർ എച്ച് എസ് ആണ്. പി ഓഫ് കെയുടെ ആർ എച്ച് എസ് ആണ് ഈ ബ്രാക്കറ്റ്. അപ്പോൾ ആർ എച്ച് എസിന് പകരം പി ഓഫ് കെയുടെ എൽ എച്ച് എസ്, ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് പി ഓഫ് കെയുടെ എൽ എച്ച് എസ് ആണ്. ആ എൽ എച്ച് എസിന് പകരം പി ഓഫ് കെയുടെ ആർ എച്ച് എസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആർ എച്ച് എസ് നമ്മൾ എഴുതിയിരിക്കുന്നത് 2k ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇതാണ് പി ഓഫ് കെയുടെ ആർ എച്ച് എസ്. അവിടെ അത് കൊടുക്കാം. ഓക്കെ, എന്നൊന്നും കൂടി ശ്രദ്ധിച്ചേ. ഇതിന് പകരം ഇവിടുത്തെ ഈ ഡിനോമിനേറ്റർ പകരം നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ എൻ ഉള്ള സ്ഥലത്ത് ഇവിടെ കെ പ്ലസ് 1 ആണ്. എൻ ഉള്ള സ്ഥലത്ത് ഇവിടെ കെ പ്ലസ് 1 ആണ്. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 എന്തായിരിക്കും? പറഞ്ഞു നോക്കട്ടെ, വളരെ ഈസിയാണ്. ഈ സം എന്തായിരിക്കും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1, കെ പ്ലസ് 1, കെ പ്ലസ് 1 എന്തായിരിക്കും? ഈ എന്നിന് പകരം ഇവിടെ കെ പ്ലസ് 1 ആണ്. ആർ എച്ച് എസ് എന്തായിരിക്കും? പറഞ്ഞോളൂ നോക്കട്ടെ. എന്നിന് പകരം കെ പ്ലസ് 1 ഇൻറ്റു പറഞ്ഞോളൂ. കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡ് ബൈ 2. ഇപ്പൊ എന്നിന് പകരം കെ പ്ലസ് 1 വരും. എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. ഓക്കെ, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1, അത് കെ പ്ലസ് 2 ആണ്. കെ പ്ലസ് 2 ബൈ 2. ഇപ്പോൾ ഈ ഡിനോമിനേറ്ററിന് പകരം നമ്മൾ എഴുതേണ്ടത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2. സോ ഹിയർ വി ഹാവ് ടു റൈറ്റ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ ഡിനോമിനേറ്ററിന് പകരം, ഇവിടുത്തെ ഈ ഡിനോമിനേറ്ററിന് പകരം ഇത് സം ഓഫ് ഫസ്റ്റ് കെ പ്ലസ് 1 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സം ഓഫ് എൻ നമ്പേഴ്സ് ആണെങ്കിൽ, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. കെ പ്ലസ് 1 ടേംസ് വരുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1, അത് കെ പ്ലസ് 2. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2. അതാണ് ഈ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേമിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. 1 ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ 1 ഇൻറ്റു എഴുതുന്ന സമയത്ത് ഈ ടേമിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അതായത് 2 മുകളിൽ വരും, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിനോമിനേറ്ററിൽ വരും. അതായത് 1 ഡിവൈഡഡ് ബൈ എ ബൈ ബി എന്ന് പറയുന്നത് ബി ബൈ എ ആണ്. എ ബൈ ബിയുടെ റെസിപ്രോക്കൽ വരും 1 ഇൻറ്റു ബി ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ എ. അതേപോലെയാണ് ഇവിടെയും 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 2, ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. Now we can take k plus 1 outside. Denominator k plus 1 ഉണ്ട്. ആ k plus 1 നമുക്ക് പുറത്തേക്ക് വെക്കാം. So inside bracket we get 2k plus 2 divided by k plus 2. ഈ k plus 1നെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. ഇനി നമുക്ക് ന്യൂമറേറ്റർ ഒരു 2 ഉണ്ട്. ആ 2നെയും പുറത്തേക്ക് വെക്കാം. 2 ഡിവൈഡഡ് ബൈ k plus 1, 2 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഈ 2 നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2 എന്നുണ്ടാവും. ഓക്കെ, കെ പ്ലസ്
1 divided by k plus 2. 2 divided by k plus 2 ആണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് വെച്ചത്. ഇനി ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയേ 1ഉം k plus 2 ആണ്. അവിടെ നമ്മൾ ഡിനോമിനേറ്റർ എന്തെടുക്കണം? 1 into k plus 2 എടുക്കണം. 1 into k plus 2 is k plus 2. Cross multiplying, we get k into k plus 2 plus 1 into 1. Denominator 1 into k plus 2 എടുക്കണം. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. k into k plus 2 plus 1 into 1. Now this is equal to 2 divided by k plus 1. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. k into k is k square. k into 2 is 2k. പിന്നെ ലാസ്റ്റ് ഒരു 1 ഉണ്ട്. ഡിനോമിനേറ്ററിൽ k plus 2 ഉണ്ട്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് എന്താന്ന് പറഞ്ഞു നോക്കട്ടെ. ആ ബ്രാക്കറ്റ് എന്താ? k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. അതെന്താ? k പ്ലസ് 1 ഹോൾ സ്ക്വയർ. k പ്ലസ് 1ന്റെ സ്ക്വയർ ആണത്. k പ്ലസ് 1 ഹോൾ സ്ക്വയർ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. പിന്നെ ഡിനോമിനേറ്ററിൽ k പ്ലസ് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു k പ്ലസ് 1 ഉണ്ട്. ന്യൂമറേറ്ററിൽ k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരു k പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. 2 into k plus 1 divided by k plus 2 എന്ന് കിട്ടും. ഇത് ഈ ഫോമുല ഇരിക്കുന്നത് 2n divided by n plus 1. n ഉള്ള സ്ഥലത്ത് k plus 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. 2n by n plus 1ന് പകരം n പകരം k plus 1 എടുക്കാം. 2 into k plus 1 divided by k plus 1 plus 1. അത് k plus 2 ആണ്. So p of k plus 1 is true. ഇത്ര എഴുതി കഴിഞ്ഞാൽ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പം തന്നെ എഴുതാം പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാ ചെയ്യുന്നേ, മനസ്സിൽ ചെക്ക് ചെയ്താൽ മതി. പി ഓഫ് എന്നിൻ്റെ RHS 2n by n plus 1 ആണ്. അപ്പം എന്നിന് പകരം k plus 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? 2 into k plus 1 divided by k plus 2 കിട്ടണം. അത് നമുക്ക് കിട്ടി. സോ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. ഇനി സ്റ്റെപ്പ് 3 എഴുതിക്കോളൂ. സ്റ്റെപ്പ് 3 എന്താ? സ്റ്റെപ്പ് 3 ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പ്രൂഫ് ആയി. Now fourth problem. Fourth one. Prove that by using principle of mathematical induction 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus n into n plus 1 into n plus 2 equal to n into n plus 1 n plus 2 into n plus 3 whole divided by 4. ഓക്കെ, ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ ആയിട്ട് എടുക്കണം. Let given statement be P of n 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus n into n plus 1 into n plus 2 equal to n into n plus 1 n plus 2 n plus 3 divided by 4. ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. Now step 1 consider P of 1. Now LHS we have to write first term 1 into 2 into 3 which is equal to 6. Now we have to find RHS. To find RHS, put n equal to 1 in RHS of P of n. P of n ന്റെ RHS ൽ n equal to 1 എന്ന് കൊടുക്കണം. 1 into 1 plus 1 1 plus 2 1 plus 3 divided by 4. That is 1 into 2 into 3 into 4 divided by 4. 1 plus 1 ആണ് 2. 1 plus 2നെ 3 എന്ന് എഴുതാം. 1 plus 3 is 4. അതാണ് ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത്. 1 into 2 into 3 into 4 divided by 4. ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകും. 1 into 2 into 3 6. അപ്പോൾ നമുക്ക് LHSും 6 എന്ന് കിട്ടി, RHSും 6 എന്ന് കിട്ടി. സോ LHS equal to RHS. Therefore P of 1 is true. P of 1 is true. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് 2 എഴുതണം. സ്റ്റെപ്പ് 2 assume P of k is true. Assume P of k is true. ഇത്ര എഴുതിയാൽ പോരാ, P of kയുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി എഴുതണം. P of k എന്ന് പറയുന്നത് P of n-ൽ n ഉള്ള സ്ഥലത്ത് k കൊടുക്കണം. 1 into 2 into 3 plus 2 into 3 into 4 plus etc. plus n into n plus 1 into n plus 2 equal to, n-ന് പകരം എന്ത് കൊടുക്കണം? k കൊടുക്കണം. Replacing n by k, we get k into k plus 1 into k plus 2 equal to k into
കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ പി ഓഫ് കെ. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ LHS മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1ൻ്റെ LHS എഴുതണം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര കേത്ത് ടേം ഉണ്ടാകും. അതായത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇത് കേത്ത് ടേം ആണ്. അതിനുശേഷം കെ പ്ലസ് 1th ടേം എഴുതണം. കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 2. പി ഓഫ് എന്നിൻ്റെ nth ടേമിൽ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ കെ പ്ലസ് 1th ടേം കിട്ടും. അതാണ് ഇവിടെ കിട്ടിയ ഈ ടേം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കേത്ത് ടേം, കെ വരെ ഇരിക്കുന്ന കേത്ത് ടേം വരെ ഇല്ല ടേംസിനെ, ഓക്കെ, ഫസ്റ്റ് ടേം മുതൽ കേത്ത് ടേം വരെ ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ പി ഓഫ് കെയുടെ LHS ആണ്. അതിന് പകരം പി ഓഫ് കെയുടെ RHS അവിടെ എഴുതണം. കെ ഇൻറ്റു കെ പ്ലസ് 1 കെ പ്ലസ് 2 കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, എന്നിട്ട് അവിടെ കെ പ്ലസ് 1th ടേം എഴുതണം. കെ പ്ലസ് 1 പ്ലസ് 1 ഇസ് കെ പ്ലസ് 2. കെ പ്ലസ് 1 പ്ലസ് 2 ഇസ് കെ പ്ലസ് 3. ഓക്കെ, ഈ ടേമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ടേം ഇത് കേത്ത് ടേം, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഇവിടം വരെ കേത്ത് ടേം, ഇത് കെ പ്ലസ് 1th ടേം ആണ്. ഇവിടം വരെ ചേർത്തിട്ടാണ് പി ഓഫ് കെയുടെ LHS ആയത്. അതിന് പകരം നമ്മൾ RHS അവിടെ എഴുതി. അതിനുശേഷം ആ ബ്രാക്കറ്റിന് പുറത്തിരിക്കുന്ന ടേമാണ് ഇവിടെ എഴുതുന്നത്. കെ പ്ലസ് 1, കെ പ്ലസ് 2, കെ പ്ലസ് 3. ഇനി രണ്ട് ടേംസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കോമൺ ടേംസ് ഉണ്ടോ നോക്കിയേ. ഏതെങ്കിലും ടേം കോമൺ ആയിട്ടുണ്ടോ? കോമൺ ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇരിക്കുന്നത്? കെ പ്ലസ് 1 ഉണ്ട്. ആ, കെ പ്ലസ് 3. 3 ടേംസ് കോമൺ ആണ്. ഇനി റിമൈനിങ് ടേംസ് ആണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതേണ്ടത്. കോമൺ ടേംസ് ബ്രാക്കറ്റിന് പുറത്ത് വെച്ചു. റിമൈനിങ് ടേംസ് ആർ കെ ബൈ 4 പ്ലസ് 1 ആണ്. ഓക്കെ, ഇവിടെ ഈ 3 ടേംസ് പോയപ്പോൾ ഈ കെ മാത്രമേ ഉള്ളൂ. കെയും പിന്നെ ഒരു ബൈ 4, കെ ബൈ 4. ഇവിടെ ഈ മൊത്തം ടേംസ് പുറത്തു പോകുമ്പോൾ അവിടെ 1 ഉണ്ടാകും. ഓക്കെ, ഇൻറ്റു 1 ആണിത്. അപ്പോൾ ആ ടേംസ് മൊത്തം പുറത്തു പോകുമ്പോൾ അവിടെ 1 ഉണ്ടാകും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ 3 ടേംസ് അതുപോലെ എഴുതണം. അവിടെ ഒന്നും ചെയ്യാനില്ല, അത് അതുപോലെ എഴുതാം. ഇനി ഇവിടെ ഡിനോമിനേറ്റർ നമ്മൾ 4 ആയിട്ട് എടുക്കണം. ഓക്കെ, 4ഉം 1 ആണ്, 4 ആയിട്ട് എടുക്കുക. 4 ഇൻറ്റു 1 ഇസ് 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. കെ ഇൻറ്റു 1 ഇസ് കെ പ്ലസ് 4 ഇൻറ്റു 1 ഇസ് 4. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? കെ പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1, പിന്നത്തെ ടേം കെ പ്ലസ് 2 ആണ്. അതിനെ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതണം. കെ പ്ലസ് 3നെ കെ പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതണം. ഇവിടുത്തെ ഈ കെ പ്ലസ് 4നെ, ഈ കെ പ്ലസ് 4നെ കെ പ്ലസ് 1 പ്ലസ് 3 എന്ന് എഴുതണം. ബൈ 4 ഉണ്ടല്ലോ, അത് ഹോൾ ഡിവൈഡ് ബൈ 4 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. 1 ഇൻറ്റു 4 4 വരും, ബൈ 4 എന്ന് വരും. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? n പ്ലസ് 1 n പ്ലസ് 2 n പ്ലസ് 3 ബൈ 4 ആ ഫോമിലേക്ക് എത്തി. എന്നിലെ സ്ഥലത്ത് കെ പ്ലസ് 1 കൊടുത്താൽ നമുക്ക് ഈ ഫോം കിട്ടും, ഇത് കിട്ടും. എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 2, k plus 1 plus 3 whole divided by 4. So we have P of k plus 1 is true. Okay, now step 3. Step 3, hence by principle of mathematical induction, P of n is true for all n belongs to n. അങ്ങനെ എഴുതാം. ഇത് വായിക്കേണ്ടത് അങ്ങനെയാണ്. For all n belongs to n. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ for all natural numbers n. അങ്ങനെയും എഴുതാം. Now fifth one, prove that 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. plus, നോക്കിയേ, ഫസ്റ്റ് ടേം 1 into 3 ആണ്. 1 into 3 raised to 1 ആണ്. ഇതിനെ നമുക്ക് 3 raised to 1 എന്ന് കാണാമെങ്കിൽ. രണ്ടാമത്തെ ടേം 2 into 3 raised to 2 ആണ്. സെക്കൻഡ് ടേം is 2 into 3 raised to 2. തേർഡ് ടേം is 3 into 3 raised to 3. ഫോർത്ത് ടേം 4 into 3 raised to 4 ആണ്. അപ്പോൾ nth ടേം എന്തായിരിക്കും? n into 3 raised to n. ഓക്കെ, അതിൻ്റെ RHS വരുന്നത് 2n minus 1 3 raised to n plus 1 plus 3 divided by 4.
3യുടെ പവർ n+1 ആണ്. +3 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, രണ്ടാമത്തെ ടേം ആണിത്. ഇത് ഇത്ര ഫസ്റ്റ് ടേം ആണ്. 2n - 1 × 3n+1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, പ്ലസ് ശേഷം 3 ഉണ്ട്, ഇത് സെക്കൻഡ് ടേം ആണ്. ഹോൾ ഡിവൈഡ് ബൈ 4. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ തുടങ്ങേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P of n ആയിട്ട് എടുക്കണം. 1 × 3 + 2 × 3 സ്ക്വയർ + 3 × 3 ക്യൂബ് plus etc. plus n into 3 raised to n equal to 2n minus 1 3 raised to n plus 1 plus 3 divided by 4. ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. Now step 1. സ്റ്റെപ്പ് 1 എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത്, വളരെ ഈസിയാണ്. P of 1 LHS കണ്ടുപിടിക്കണം. 1 × 3 ആണ്, ഫസ്റ്റ് ടേം മാത്രം എഴുതിയല്ലേ, 3 എന്ന് കിട്ടും. RHS കണ്ടുപിടിക്കാൻ RHSൽ n = 1 കൊടുക്കണം. 2 × 1 - 1 3 raised to 1 + 1 plus 3 divided by 4. Now 2 × 1 is 2, 2 - 1 is 1. അപ്പോൾ നമുക്കിവിടെ 1 കിട്ടും. 1 × 3 raised to 2 എന്ന് കിട്ടും, plus 3 divided by 4. 3 raised to 2 is 9, 1 × 9 is 9, 9 plus 3 divided by 4. 9 plus 3 is 12, 12 by 4, 12 by 4 is 3. അപ്പോൾ LHS 3 എന്ന് കിട്ടി, RHS 3 തന്നെ കിട്ടി. So we have LHS equal to RHS. Therefore P of 1 is true. P of 1 true എന്ന് നമുക്ക് കിട്ടി. Now step 2. Step 2, assume P of k is true. Assume P of k is true. P of k എഴുതണം. P of n-ൽ n-ന് പകരം k വരണം. P of k such that 1 × 3 plus 2 × 3 square plus 3 × 3 cube plus etc. replace n by k. k × 3 raised to k. P of n-ൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. P of n നോക്കാം. n × 3 raised to n ഉണ്ട്. ആ n-ന് പകരം k കൊടുത്താലേ k × 3 raised to k. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് അടിക്കേണ്ട ഒരു ആവശ്യമില്ല, ബൈ ഹാർട്ട് അടിക്കാനൊന്നും പോകണ്ട. ഈ പ്രൂഫിൽ സെക്കൻഡ് സ്റ്റെപ്പ് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റും തേർഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് തന്നെ കിട്ടും, പെട്ടെന്ന് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാകും പ്രോബ്ലത്തിൽ. സോ റീപ്ലേസിങ് n by k get P of k. P of n-ൽ 2n - 1 × 3 raised to n plus 1 plus 3 by 4 ആണ്. P of k-ൽ ഉണ്ടാവുക 2k - 1 3 raised to k plus 1 plus 3 by 4. Now we have to write P of k plus 1. അതിൻ്റെ LHS മാത്രം എഴുതണം. 1 × 3, 2 × 3 square, 3 × 3 cube plus etc. kth ടേം എഴുതി, kth ടേം നമ്മൾ എഴുതണം. അതിനുശേഷം k plus 1th ടേമും എഴുതണം. k plus 1 × 3 raised to k plus 1. ഓക്കെ, ഇതാണ് LHS. P of k plus 1-ൻ്റെ LHS. എന്നിട്ട് ആദ്യത്തെ k ടേംസിനെ ബ്രാക്കറ്റിൻ്റെ അകത്തിട്ടു. അത് P of k-യുടെ LHS ആണ്. അതിന് പകരം 2k - 1 3 raised to k plus 1 plus 3 divided by 4. P of k-യുടെ RHS അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തൊരു ടേം ഉണ്ട്, k plus 1 3 raised to k plus 1. ആ ടേം അവിടെ എഴുതണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സെക്കൻഡ് ടേമിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്, ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ 4 ആയിട്ട് എടുക്കണം. ഡിനോമിനേറ്റർ മൊത്തത്തിൽ 4 ആയിട്ട് എടുക്കണം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം × 1 ആണ് ചെയ്യേണ്ടി വരിക. 2k - 1 3 raised to k plus 1 plus 3. സെക്കൻഡ് ടേം × 4, ഇവിടെ ഇരിക്കുന്ന ഈ 4 കൊണ്ട് സെക്കൻഡ് ടേമിനെ, ഇവിടെ ഇരിക്കുന്ന ഈ 4 കൊണ്ട് സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × k plus 1 3 raised to k plus 1. ഓക്കെ, 4 × k plus 1, 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. Now this is equal to, എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ, ഈ 3-നെ ഈ സെക്കൻഡ് ടേം ആയിട്ടാണ് ഇരിക്കുന്നത്, അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കൊണ്ടുപോകുവാണ്. ഫസ്റ്റ് ടേം പിന്നെ ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കും, സെക്കൻഡ് ടേം ആയിട്ട് എഴുതും. ഈ 3 ഉള്ളതിനെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് വെക്കും.
So we get 2k minus 1, 3 raised to k plus 1. First term. ഇനി നമ്മൾ തേർഡ് ടേം ആണ് ഇവിടെ എഴുതുന്നത്. 4 into k plus 1, 3 raised to k plus 1. പിന്നെ ഒരു 3 ഉണ്ട്. സെക്കൻഡ് ടേം 3 ഉണ്ട്. അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 3 raised to k plus 1 കോമൺ ആയിട്ട് പുറത്ത് കൊടുക്കും. ഇവിടെ 3 raised to k plus 1 ഉണ്ട്. ഇവിടെയും 3 raised to k plus 1 ഉണ്ട്. അത് കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കും. 3 raised to k plus 1. Inside bracket we have 2k minus 1. Okay, ഇവിടെ 2k minus 1 ഉണ്ട്. ഇവിടെ 4 into k plus 1 ഉണ്ട്. 4 into k plus 1 is 4k plus 4. 4 into k plus 1 is 4k plus 4. ഓക്കെ, 3 raised to k plus 1 ഇവിടെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഒരു 3 ആണ്, ഡിവൈഡഡ് ബൈ 4. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 raised to k plus 1. ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2k plus 4k ഉണ്ട്, അത് 6k ആണ്. 2k plus 4k is 6k. Minus 1 plus 4, 3. Plus 3 divided by 4. ഇനി ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ 6kയും ഇവിടെ 3 ഉണ്ട്. ഒരു 6k ഉണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്. കോമൺ ആയിട്ട് 3 പുറത്തേക്ക് വെക്കാം. ഓക്കെ, 6 is 3 into 2. So we can take 3 outside. So we get 3 raised to k plus 1 into 3. 3 ആണ് ഞാൻ കോമൺ ആയിട്ട് പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ 3 പുറത്ത് പോയാൽ ഇവിടെ 2 ഉണ്ടാകും. 2k plus 1 ഉണ്ടാകും. പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. 6k പ്ലസ് 3 ഉണ്ടായിരുന്നു. 3 കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. ഈ 3നെ കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. സോ ഇൻസൈഡ് ബ്രാക്കറ്റ് വി ഹാവ് 2k പ്ലസ് 1. 3 പുറത്ത് പോയപ്പോൾ ഇവിടെ 2 ബാക്കി ഉണ്ടാകും. 2k. ഇവിടുന്ന് 3 പോകുമ്പോൾ ഇവിടെ 1 ഉണ്ടാകും. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 3 raised to k plus 1 into 3 raised to 1 എന്ത് വരും? x raised to m into x raised to n is x raised to m plus n. 3 raised to k plus 1 into 3 raised to 1 is 3 raised to k plus 1 plus 1 ആണ്. into 2k plus 1 ഉണ്ട്. 2k plus 1നെ 2 into k plus 1 minus 1 ആയിട്ട് എഴുതാം. 2 into k plus 1 minus 1. 2 into k plus 1 is 2k plus 2. plus 2 minus 1 ഈ 1 കിട്ടും. 2k plus 1നെ 2 into k plus 1 minus 1 എന്ന് എഴുതണം. അത് നിങ്ങൾക്ക് ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നു തോന്നും. അത് നമ്മൾ ആലോചിച്ച് എഴുതണം. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് വെച്ചാൽ നമ്മുടെ പി ഓഫ് എന്നിൻ്റെ RHSൽ ഇരിക്കുന്നത് 2n minus 1 ആണ്. 3 raised to n plus 1 plus 3 by 4. ഈ ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എഴുതുന്നത്. 2k plus 1 എഴുതാൻ തെറ്റൊന്നുമില്ല. 2k plus 1 തന്നെയാണത്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഫോമിൽ കിട്ടണമെങ്കിൽ 2 into k plus 1 minus 1 കിട്ടണം. അതുകൊണ്ടാണ് 2k plus 1നെ 2 into k plus 1 minus 1 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 2 into k plus 1 minus 1. 3 raised to k plus 1നെ ഞാൻ ഇപ്പുറത്ത് എഴുതാൻ പോവാണ്. പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. 3 raised to k plus 1 plus 1 plus 3 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമുക്ക് RHS ആയിട്ട് കിട്ടുന്നത്. അത് ഈ പി ഓഫ് എന്നിൻ്റെ RHSൽ എന്നിന് പകരം ഈ എന്നിന് പകരം k plus 1 കൊടുത്താൽ എന്താണോ കിട്ടുക അത് തന്നെ നമുക്കിപ്പോൾ കിട്ടി. സോ പി ഓഫ് k plus 1 is true. സോ പി ഓഫ് k plus 1 is true. അതിനുശേഷം എഴുതണം hence by principle of mathematical induction p of n is true for all n. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയി. ടേക്ക് ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആസ് p of n. 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus എൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ നിങ്ങൾ. n into n plus 1 equal to n into n plus 1 into n plus 2 divided by 3. Now step 1 വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. p of 1 LHS എഴുതണം. LHS is first term 1 into 2. ഇനി RHS കണ്ടുപിടിക്കാൻ n equal to 1 എന്ന് കൊടുക്കണം. 1 into 1 plus 1 into 1 plus 2 divided by 3. That is 1 into 2 into 3 by 3. 3 cancel ചെയ്ത് പോകും, 2 എന്ന് കിട്ടും. So LHS equal to RHS. So P of 1 is true. P of 1 is true. First step I. Now step 2.
Step 2, assume P of k is true. Assume P of k is true. ഇനി നമ്മൾ P of k എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് ഇരിക്കുന്നത് P of k എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് 1 into 2 plus 2 into 3 plus 3 into 4 plus etc. k into k plus 1 equal to k into k plus 1 into k plus 2 divided by 3. P of k കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k കൊടുക്കണം. k into k plus 1, അത് kth ടേമാണ്. k into k plus 1 വരും, kth ടേം. RHSൽ k into k plus 1 k plus 2 divided by 3 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ P of k plus 1 എടുക്കണം. P of k plus 1ൻ്റെ LHS മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 1 into 2 plus 2 into 3 plus 3 into 4 kth ടേം എഴുതാം. k into k plus 1 kth ടേമാണ്. അതിനുശേഷം k plus 1th ടേം എഴുതണം. k plus 1 k plus 1 plus 1 k ടേംസിനെ ബ്രാക്കറ്റിൻ്റെ അകത്തിടണം. which is LHS of P of k. Replace this LHS by RHS. k into k plus 1 into k plus 2 divided by 3. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ പുറത്തിരിക്കുന്ന ടേമിനെ എഴുതണം. k plus 1 into k plus 2. k plus 1 plus 1 is k plus 2. ഇനി ഇവിടെ കോമൺ ടേംസിനെ പുറത്തേക്ക് വെക്കാം. നമുക്ക് ആദ്യം k plus 1 into k plus 2, അതാണ് കോമൺ ടേം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. റിമൈനിങ് ടേംസ് ആർ k by 3. ഇത് മൊത്തം പുറത്തു പോകുമ്പോൾ ഇവിടെ 1 ഉണ്ടാകും, പ്ലസ് 1 എന്ന് എഴുതണം. സോ ദിസ് ഇസ് ഈക്വൽ ടു k plus 1 k plus 2, ഇവിടെ ഡിനോമിനേറ്റർ 3 എടുക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k plus 3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു k plus 1 k plus 2 k plus 3 divided by 3. So that is k plus 1 k plus 1 plus 1 k plus 1 plus 2 divided by 3. ഇനി ഒന്ന് നിങ്ങൾ RHS ചെക്ക് ചെയ്യാം. P of n-ൻ്റെ RHSൽ n-ന് പകരം k plus 1 കൊടുക്കുമ്പോൾ ഇത് തന്നെയാണോ കിട്ടുന്നത്? k plus 1 k plus 1 plus 1 k plus 1 plus 2 by 3, അത് തന്നെയാണ് കിട്ടുന്നത്. സോ P of k plus 1 is true. P of k plus 1 is true. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എഴുതിക്കോളൂ. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n. അപ്പോൾ നമ്മൾ ഇന്ന് 6 പ്രോബ്ലം ചെയ്തു. എക്സസൈസ് 4.1-ലെ 6 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഓക്കെ, ഈ പ്രോബ്ലംസിലെ സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ.